നമ്മുടെ സന്ധ്യൻ ചന്ദ്രികാണല്ലോ, അവള് കുളിക്കാൻ പോണ പോക്കാം. സൈലന്റ് അറ്റാക്കാന്ന് പറഞ്ഞതിന്റെ കൈയാളോട് ഞാൻ അതവന്റെ ഭാര്യ പിന്നിക്കൂടെ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഒറ്റ അറ്റാക്ക്. ഇതിനാണല്ലേ സൈലന്റ് അറ്റാക്ക് എന്ന് പറയണ. മാഷെ നമസ്കാരം. നമ്മുടെ മാക്കച്ചിക്കരയിലെ മാനിനാണ്. ഇയാൾക്ക് എന്താ വിഷത്തിന്റെ ആണ് പരിപാടിയല്ലേ? വിഷ? ആ മോട്ടി വിഷ, അങ്ങനത്തെ എന്തോ ഒരു വിഷടാ. മോട്ടിവേഷൻ ഇല്ലി വിഷം നടന്ന ആരുകളെ. മോട്ടിവേഷൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കണ പരിപാടി, മനസ്സിലായ? അതിലെന്താ വിഷല്ലേ? എന്റെ കയ്യിലെ കാശ് കഴിഞ്ഞു. സുധീരപ്പത്തിരി വന്നറാ. താനിട്ട് പോയവിടുന്ന് 5ഉം 10 കുറെ തരാണ്ടല്ലോ. കാശ് കഴിഞ്ഞിട്ട് പൊക്കോ. അയ്യോ പണ്ടേ. അതെ, ഇവിടെ കൂളിസീൻ കാണാൻ വരുന്ന കുറെ നാറികളുണ്ട് ട്ടാ. ശരിയാ, ഞാൻ സൂക്ഷിക്കണം. സൗന്ദര്യം എനിക്കൊരു ശാപായി. ചുറ്റുവട്ടത്തെ എല്ലായിടത്തേക്കും ഒന്ന് നോക്കിക്കോട്ടാ. എവിടെ? കുറെ ദിവസമായിട്ട് ഒറ്റൊരുത്തനെ കാണാനില്ല. അതെ, നീ ദൃശ്യം കണ്ടാ? ഞാൻ കണ്ടുടിയേ. നേരം വെളുത്തപ്പോ തന്നെ ആ നാറി അവന്റെ വീടിന്റെ ഉമ്മറത്തിരുന്ന് അവന്റെ ദൃശ്യം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ആ ദാസപ്പൻ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ളത്. അയ്യേ, നിന്റെ ദാസപ്പന്റെ ദൃശ്യമല്ല, മോഹൻലാലിന്റെ ദൃശ്യം. ഓ, അത് കണ്ടില്ല. കഥ പറയണ്ട, ടി വിയിൽ വരുമ്പോ കണ്ടോളാം. എൻ്റെ അച്ഛൻകാരനാ. അല്ലെങ്കിൽ ഞാനിന്നൊരു സിനിമ നടിയായി തന്നെ. സത്യാണോ? അച്ഛൻ എന്നിട്ട് ചെയ്തേ? എന്നെ സംവിധായകൻ വീട്ടിൽ വന്ന് കുറേ വിളിച്ചതാ നായികയായിട്ട് അഭിനയിക്കാൻ. അച്ഛൻ സമ്മതിച്ചില്ല. സംവിധായക അച്ഛൻ്റെ കാല് പിടിച്ചു, എന്നിട്ടും വിട്ടില്ല. എന്നിട്ടെന്താ? ആ പെണ്ണ് രക്ഷപ്പെട്ടു. ഏത് പെണ്ണ്? ഏതൊരു വാര്യരോ നായരോ. മഞ്ജു വാര്യരാണോ? അതന്നെ, അവളെന്നെ. എനിക്ക് പകരം അവളല്ല അഭിനയിച്ചത്. നിന്റെ അച്ഛനോട് എനിക്ക് ഇപ്പൊ ഇത്തിരി ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. അയ്യോ ചതിച്ചടാ, പോലീസാ. ആ തടിയന്നാറി നമ്മളെ പറ്റിച്ചെന്ന് തോന്നണേ. ഈ നാരികള് ഈ 10 രൂപയ്ക്ക് വേണ്ടിട്ടാണ് എന്നെ കൊല്ലാൻ വരുന്നത്. നിന്റെ 10 രൂപ. നീയാണോ നാറി എന്റെ 10 രൂപ കൊടുത്തേ? ഇത് ഇരിക്കട്ടെ, നിനക്ക് വരണം. 10 രൂപ പോയി 2 അടി കിട്ടി. അയ്യോ, എന്റെ പാവാട തന്നിട്ട് പോടാ പട്ടി. ഈ ഭ്രാന്തനായിരുന്ന വിസിലടിച്ചേ? ഇതാ മാക്കാച്ചിക്കരയിലെ മാന്യ മാഷല്ലേ?